ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ഹംപി, കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹംപി എന്ന ക്ഷേത്ര നഗരം പൗരാണിക ഭാരതത്തിൻ്റെ മഹത്വത്തെയും സമ്പന്നതയെയും സാംസ്കാരിക പൈതൃകത്തെയും ഒട്ടും ചോരാതെ ലോകസഞ്ചാരികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഹംപി ഒരു കാലത്ത് ലോകത്തിലെ തന്നെ സമ്പന്ന നഗരങ്ങളിലൊന്നായിരുന്ന ഹംപി, ദക്ഷിണേന്ത്യ മുഴുവനായും തന്നെ വ്യാപിച്ചു കിടന്നിരുന്ന ഹിന്ദു സാമ്രാജ്യമായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഹംപി, ഇന്ത്യയെ കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിനൊടുവിൽ എത്തിച്ചേർന്നത് ഹംപി എന്ന ഈ ദക്ഷിണേന്ത്യയിലെ പൗരാണിക നഗരത്തിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി, കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പേരും പെരുമയും ഈ ആധുനിക കാലത്തും ഒട്ടും ചോരാതെ നോക്കുന്ന ഹംപി, യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഇടം നേടിയ ഈ ഹംപിയെക്കുറിച്ചാണ് തുടർന്നു വരുന്ന ഏതാനും എപ്പിസോഡുകൾ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അല്ല, ദക്ഷിണേന്ത്യയുടെ നിലയ്ക്കാത്ത മഹത്വവും പ്രൗഢിയും സാംസ്കാരിക പൈതൃകവും ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകും. എല്ലാ എപ്പിസോഡുകളും കാണണം കേട്ടോ. ദക്ഷിണേന്ത്യയുടെ ഡെക്കാൻ തീരത്ത് 14, 15, 16 ശതകങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രധാന ഹിന്ദു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. 1336 സ്ഥാപിതമായ സാമ്രാജ്യം 1565 തളിക്കോട്ട യുദ്ധത്തോടെ തകർന്നടിഞ്ഞു. എന്നാൽ ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി എന്ന പൗരാണിക നഗരത്തിൽ ചിതറി പരന്നു കിടക്കുന്ന നഗരാവശിഷ്ടങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി ചില്ലുകളാണ്. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്ന വിജയനഗര സാമ്രാജ്യം വ്യാപാരത്തിലൂടെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. ശക്തമായ സൈന്യത്തിനും നാവികസേനക്കും പേരുകേട്ട സാമ്രാജ്യം. അതിൻ്റെ സാംസ്കാരിക സംഭാവനകളും ഭരണ രീതികളും ഇന്നും പഠന വിഷയമാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കൃഷ്ണദേവരായരുടെ കാലത്താണ് വിജയനഗര സാമ്രാജ്യം സകല പ്രൗഢിയോടെയും നിലനിന്നിരുന്നത്. ആ സമയത്താണ് ഇവിടുത്തെ കൊട്ടാരവും ക്ഷേത്രങ്ങളും എല്ലാം വിപുലീകരിച്ചത്. ഇവയെല്ലാം തന്നെ അതുല്യമായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളുമാണ്. കർണാടകയിലെ ബെല്ലാറി ഡിസ്ട്രിക്റ്റിൽ ഹോസ്പെട്ട് താലൂക്കിൽപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന ലോക പൈതൃക ഇടങ്ങളിലൊന്നാണ് ഹംപി. റോഡ് മാർഗവും റെയിൽ മാർഗവും എയർ മാർഗവും ഹംപിയിൽ എത്തിച്ചേരാം. റെയിൽ മാർഗമായിരുന്നു ഞങ്ങളുടെ യാത്ര. കേരളത്തിൽ നിന്ന് ഹംപിയിലേക്ക് നേരിട്ട് ട്രെയിനില്ല. ഇൻ്റർസിറ്റിക്ക് ബാംഗ്ലൂരിലെത്തി അവിടെ നിന്ന് ഹംപി എക്സ്പ്രസ്സിന് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റൽ ടൗണിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഹംപിക്ക്. 1000-ലധികം ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര നഗരിയായിരുന്നു ഹംപി. ഹോസ്പിറ്റലിൽ നിന്ന് ഹംപിയിലേക്ക് വരുമ്പോൾ ഒത്തിരി നഗരക്കാഴ്ചകൾ നമുക്ക് കാണാൻ, നഗരത്തിൻ്റെ എല്ലാ ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. മനോഹരിയായ പ്രകൃതി, ഹോസ്പിറ്റലിൽ നിന്ന് ഹംപിയിലേക്ക് വരുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന മോണിമെൻ്റ് ശശിവേഗലു ഗണേശ ടെമ്പിളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനടുത്തുകൂടിയാണ് യാത്ര. നമ്മൾ ഈ ക്ഷേത്രത്തിന് എത്തിച്ചേരുകയാണ്. ശശിവേഗല എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് സീഡ് എന്നാണ് അർത്ഥം. ആന്ധ്രാപ്രദേശിലെ ഒരു കടുക് വ്യാപാരി, മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുക്, ഒരു കടുക് വ്യാപാരി നന്ദി സൂചകമായി പണികഴിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ഹേമകുട കുന്നിൻ്റെ ഇടതുവശത്തായി 2.5 മീറ്ററോളം, കൃത്യമായി പറഞ്ഞാൽ 2.4 മീറ്റർ ഉയരമുള്ള ഗണപതിയുടെ മോണോലിത്തിക് സ്റ്റാച്ചു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകശിലാ പ്രതിമ, ഒറ്റക്കല്ല് നിർമ്മിച്ച ഒരു പ്രതിമ.
ഗണപതി ഭഗവാൻ ഒരു ദിവസം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചെന്നും വയറ് പൊട്ടിപ്പോകാതിരിക്കാൻ വയറിനെ ചുറ്റി ഒരു പാമ്പിനെ കെട്ടിയെന്നുമാണ് വിശ്വാസം. ഈ പ്രതിഷ്ഠയിൽ നമ്മൾക്ക് ആ പാമ്പിനെ കൂടി കാണാം. ഈ ക്ഷേത്രത്തിനടുത്തായി ഗണേശന്റെ മറ്റൊരു പ്രതിമ കൂടിയുണ്ട്, കടലേക്കല്ല് ഗണേശ. ഹംപിയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിലൊന്നാണ് ഈ കടലേക്കല്ലു ഗണേശ. 16 അടി ഉയരമാണ് കടലേക്കല്ലു ഗണേശ എന്ന പ്രതിഷ്ഠയ്ക്കുള്ളത്. കടലേക്കല്ലു മീൻസ് കടലയുടെ ആകൃതിയിൽ ഗണേശന്റെ വയറ് കാണപ്പെടുന്നതുകൊണ്ടാണ് ആ പ്രതിമയ്ക്ക് കടലേക്കല്ലു, ആ മോണോലിത്തിക് സ്റ്റാച്യു തന്നെയാണത്, ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് കടലേക്കല്ലു ഗണേശ. ഈ ഹേമകുട കുന്നിൽ ധാരാളം ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും കമാനങ്ങളും ഗ്യാലറികളും എല്ലാം ഉണ്ട്. പാർവതിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ശിവഭഗവാൻ ഈ ഹേമകുട കുന്നിൽ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ശിവനാണ്. ഹേമകുടഗിരിയുടെ തൊട്ടു വടക്കും തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്തുമായി സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം അഥവാ പമ്പാപതി ക്ഷേത്രമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര നഗരിയായ ഈ ഹംപിയിൽ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ മഹത്വത്തിൻ്റെ തെളിവാണ് ഈ ക്ഷേത്രം. ശിവന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആരാധനയുണ്ട്. ഹംപിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണിത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളിലൊന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാരകങ്ങളിലൊന്നാണ്. ഇപ്പോഴും കേടുകൂടാതെ ഇരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം കൂടിയാണിത്. 1565 ഹംപിയിലെ നാശസമയത്ത് പോലും ഇവിടെ ആരാധന തടസ്സപ്പെട്ടില്ല എന്ന് ചരിത്രം പറയുന്നു. 7-ാം നൂറ്റാണ്ടിലാണ്, അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മുന്നേ തന്നെ നിർമ്മാണം തുടങ്ങിയതാണ് ഈ ക്ഷേത്രം. ഓരോ രാജാക്കന്മാരും അവരവരുടെ ഭരണകാലത്ത് കൂട്ടിച്ചേർത്ത് പണിതാണ് വിരൂപാക്ഷ ക്ഷേത്രം ഇത്ര വലിയ ടെമ്പിൾ കോംപ്ലക്സ് ആയി രൂപപ്പെട്ടത്. മുന്നിൽ കാണുന്ന ഈ ഗോപുരം 165 അടി ഉയരമുള്ള ഈ ഗോപുരം അത് നിർമ്മിച്ച വിസ്റ്റപ്പായ എന്ന ആർക്കിടെക്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 11 നിലകളുണ്ട് ഈ വിസ്റ്റപ്പായ ഗോപുരത്തിന്. 1865 ഇത്തരമൊരു മഹനീയ നഗരം ഓർ ഹിഡൻ ജെം ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് പോലും ശ്രദ്ധിക്കുന്നത്. അതും അലക്സാണ്ടർ ജോൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോയിൽ നിന്നും. അന്ന് ഈ വിസ്റ്റപ്പായ ഗോപുരത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തിയതിനാൽ ഡോർമാൻ ലണ്ടൻ എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഇരുമ്പ് റോഡുകൾ കൊണ്ട് ഇത് ബലപ്പെടുത്തിയിട്ടുണ്ട്. 2 വലിയ ഇരുമ്പ് തൂണുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ടെമ്പിൾ ഓഫീസ് കാണാം. അതിനടുത്തായി ഹംപിയുടെ ഒരു കളർഫുൾ മാപ്പും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുന്നിൽ ഇടതുവശത്ത് കാണുന്ന ഒരുപാട് തൂണുകളുള്ള ആ വലിയ മണ്ഡപമാണ് സഭാമണ്ഡപം. അതിനുള്ളിലാണ് പണ്ടത്തെ പാചകശാല. വലതുവശത്ത് കാണുന്നത് എൻഗേജ്മെൻറ്റ് മണ്ഡപം എന്ന് പറയും. ഇവിടെ നമുക്ക് 2 നന്ദിശില്പങ്ങളുണ്ട്. 3 തലയുള്ള ഒരു നന്ദിശില്പം പുറത്തുണ്ട്. പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഹംപിയിലെ അമ്പലങ്ങളെല്ലാം ഓരോ ടെമ്പിൾ കോംപ്ലക്സസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോ രാജാക്കന്മാരും അവരവരുടെ കാലത്ത് ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ പണിത് കൂട്ടിച്ചേർത്ത ഒരുപാട് മണ്ഡപങ്ങളും അറകളും ഒക്കെ ചേർന്ന ഒരു ടെമ്പിൾ കോംപ്ലക്സ്.
മുന്നിൽ കാണുന്ന 52 അടി ഉയരമുള്ള ഈ ഗോപുരം രായർ ഗോപുരം എന്നറിയപ്പെടുന്നു. ഇത് കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. 1510 ഇതിന് അറ്റകുറ്റപ്പണികൾ ചെയ്തതായി രേഖകളിലുണ്ട്. ഏറ്റവും ഉള്ളിൽ ദർശനം നടത്തുന്നതിന് ഫീസ് ഉണ്ട്. അതിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രായർ ഗോപുരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നടുക്കൊരു കൊടിമരവും അടുത്ത് തന്നെ തീർത്ഥാടകർക്ക് നേർച്ചകളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യാനുള്ള നിർമ്മിതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തുംഗഭദ്ര നദിയിൽ കുളിച്ച് ഒരുങ്ങി വന്നാണ് ഈ നേർച്ചകളും പൂജകളും വഴിപാടുകളൊക്കെ ആളുകൾ ചെയ്യുന്നത്. ഇരുപുറവുമായിട്ട് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള ഒത്തിരി കൽമണ്ഡപങ്ങൾ നമുക്ക് കാണാം. ഇത് വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ സ്വന്തം ലക്ഷ്മി എന്ന പിടിയാനയാണ്. തുംഗഭദ്ര നദിയിൽ ഇവളുടെ ഒരു നീരാട്ട് കാണാൻ ഒത്തിരി ആരാധകർ ദിവസവും അവിടെ വരാറുണ്ട്. അമ്പല ദർശനം നടത്തുന്ന വിശ്വാസികൾ ലക്ഷ്മിയുടെ അനുഗ്രഹവും വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. യാത്ര ചെയ്ത് ക്ഷീണിതരായിരുന്നതിനാൽ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നില്ല. ഉള്ളിൽ നടുക്കായി ഒരു നന്ദി പീഠമുണ്ട്. മണ്ഡപത്തിൻ്റെ റൂഫ് ടോപ്പിൽ നാച്ചുറൽ കളേഴ്സ് കൊണ്ടുള്ള പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ ഇന്നും ശാസ്ത്രവിസ്മയമായി വിസ്റ്റപ്പായ ഗോപുരത്തിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ട്. അതായത് ഇന്ന് ഫിസിക്സ് അധ്യാപകർ ലെൻസ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന തലകുത്തനെയുള്ള പ്രതിബിംബവും അവിടെ കാണാൻ സാധിക്കും. 500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇവിടെ വെറും ഒരു പിൻഹോളിലൂടെ വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ഇൻവേർട്ടർ പ്രതിബിംബം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഇരുവശവും ഹംപി ബസാറിൻ്റെ കടകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ പുഷ്കരണിയാണ്. തീർത്ഥാടകർ വളരെ സേക്രഡായി കരുതുന്ന പണ്ടുകാലത്ത് കല്യാണി എന്നറിയപ്പെട്ടിരുന്ന അമ്പലക്കുളം. ഇത് പുഷ്കരണിയിലേക്ക് ഇറങ്ങാനുള്ള പടവാണ്. യാതൊരു മെക്കാനിക്കൽ പമ്പിൻ്റെയും സഹായമില്ലാതെ വെറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് ഈ പുഷ്കരണിയിലേക്ക് തുംഗഭദ്ര നദിയിൽ നിന്നും ജലം എത്തുന്നത്. 600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കിയ അണ്ടർഗ്രൗണ്ട് ഇൻലെറ്റ് പൈപ്പ് ഇന്നും ഇവിടെ പ്രവർത്തനക്ഷമമാണ് എന്നതാണ് അതിശയകരം. വിരൂപാക്ഷ ക്ഷേത്രത്തിന് തൊട്ടടുത്തുകൂടി ഒഴുകുന്ന തുംഗഭദ്ര നദിക്കരയിലേക്കാണ് ഇനി നാം പോകുന്നത്. ഹംപിയിലെ പ്രശസ്തമായ തുംഗഭദ്ര നദി. 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ നദീതീരത്താണ് വിജയനഗര രാജാക്കന്മാർ ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ഹംപി എന്ന പൗരാണിക നഗരത്തെ, ക്ഷേത്ര നഗരത്തെ കെട്ടിപ്പൊക്കിയത്. തീർച്ചയായും ഈ നദിയുടെ സാമീപ്യം ഹംപിയുടെ വളർച്ചയ്ക്ക്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നാഴികക്കല്ലായിരുന്നിരിക്കാം.
കൂടുതൽ ഹംപി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.